മനസ്സ് സദാ പ്രവർത്തന നിരതമായിരിക്കുമെന്ന് നമുക്കറിയാം. നമുക്ക് ചുറ്റുപാടും നടക്കുന്നതെല്ലാം നിമിഷം പ്രതി മനസ്സിലേക്ക് വന്നും പോയും കൊണ്ടിരിക്കും. അതിൽ നല്ലതും ചീത്തയും ആവശ്യവും അനാവശ്യവും കാണും. അപ്പോഴൊക്കെ മനസ്സ് പ്രതികരിച്ചു കൊണ്ടിരിക്കും. മനസ്സിനെ നേർവഴിക്ക് നടത്താനായി മനസ്സ് തന്നെ മനസ്സിൻ്റെ പ്രതിരോധ തന്ത്രങ്ങൾ ഒരുക്കിയതായി മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡാണ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന ചില മാനസിക തന്ത്രങ്ങളെപ്പറ്റി ആദ്യമായി പ്രസ്താവിച്ചത്. സ്വയം രക്ഷയ്ക്കായി മനസ്സ് പ്രയോഗിക്കുന്ന പ്രത്യേക മാർഗങ്ങളെയാണ് അദ്ദേഹം മാനസിക തന്ത്രങ്ങൾ അഥവാ മെൻ്റൽ മെക്കാനിസം അഥവാ മനുഷ്യ മനസ്സിൻ്റെ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. ബോധമനസ്സിൻ്റെ അറിവ് കൂടാതെ അബോധമനസ് രൂപം കൊടുക്കുന്നതാണ് ഈ പ്രതിരോധ തന്ത്രങ്ങൾ എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടത്. മനുഷ്യനിൽ സാധാരണ പ്രകടമായി കാണാറുള്ള ചില പ്രധാന പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനം ഒളിച്ചോട്ടം അഥവാ എസ്കേപ്പിസമാണ്. മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഒളിച്ചോട്ടം. മനുഷ്യനിൽ സംഭവിക്കുന്ന അസുഖകരമായ സന്ദർഭങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന മനസ്സിൻ്റെ ഒരു മാർഗമാണ് ഇതെന്ന് പറയാം. മനുഷ്യനിൽ വേദനയും വിഷമവും ഉളവാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള മനസ്സിൻ്റെ ഒരു തന്ത്രമാണിത്. ഇത്തരം പ്രവണത മനുഷ്യ സഹജമാണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതായിരുന്നു നിഷയുടെ കുടുംബം. അച്ഛൻ തികഞ്ഞ മദ്യപാനി. ബിസിനസ്സുകാരനായ പിതാവ് മദ്യപാനിയായി മാറിയതിൻ്റെ കാരണം ബിസിനസ്സിൻ്റെ തകർച്ചയായിരുന്നു. ഒരിക്കലും കരകയറാൻ സാധിക്കാത്ത വിധം ബിസിനസ്സിൽ നഷ്ടം വരികയും അത് മറക്കാനായി സദാസമയവും മദ്യത്തിൽ അഭയം തേടുകയുമായിരുന്നു നിഷയുടെ പിതാവ്. മാതാവാകട്ടെ സ്കൂൾ അധ്യാപികയും. നിഷയുടെ ചെറുപ്രായം മുതൽ അവൾ കാണുന്നത് മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലെത്തുന്ന പിതാവിനെയാണ്. പിന്നീട് അവിടെ നടക്കുന്നത് വഴക്കും അടിപിടിയും. കരച്ചിലൊഴിയാത്ത സമയം നിഷയുടെ വീട്ടിലുണ്ടായിട്ടില്ല. ഭാര്യയോടും മക്കളോടും ക്രൂരമായി പെരുമാറുന്ന സ്വഭാവക്കാരനായിരുന്നു നിഷയുടെ പിതാവ്. വിദ്യാർത്ഥിയായ നിഷ പിതാവിൻ്റെ ക്രൂരമായ പെരുമാറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനായി നേരത്തെ മുറിയിൽ കയറി വാതിലടയ്ക്കും. പിതാവാകട്ടെ മദ്യപിച്ച് വീട്ടിലെത്തിയാൽ വാതിൽ ചവിട്ടി തുറക്കുകയാണ് ചെയ്യുക. വീട്ടിലെ ബഹളം കാരണം അയൽ വീട്ടുകാർ പോലും നിഷയുടെ കുടുംബത്തെ ശ്രദ്ധിക്കാതെയായി. നിഷയുടെ മാതാവാകട്ടെ സ്കൂളിൽ മനസമാധാനത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും സഹപ്രവർത്തകരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും പരിഹാസപാത്രമായി മാറുകയും ചെയ്തു. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറിയുള്ള ജീവിതമായിരുന്നു ടീച്ചറുടേതും മക്കളുടേതും. വീട്ടിലെ നിത്യസംഭവങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാനായി സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി ജീവിതം നയിക്കുകയായിരുന്നു അവർ. ഇത് അവരെ സംബന്ധിച്ച് ഒരുതരം ഒളിച്ചോട്ടം തന്നെയായിരുന്നു. അതിനുള്ള കാരണം പിതാവിൻ്റെ അമിതമായ മദ്യപാനവും. മറ്റൊന്ന് യുക്തീകരണം അഥവാ റാഷണലൈസേഷനാണ്. ഒരു വ്യക്തിയുടെ മനസ്സിന് സ്വീകാര്യമല്ലാത്ത ഒരു കാര്യം ചെയ്തതിനു ശേഷം ആ കുറ്റബോധം ഒഴിവാക്കാനായി തൻ്റെ പ്രവർത്തനത്തിന് സ്വീകാര്യമായ ഒരു വിശദീകരണം നൽകുവാൻ തയ്യാറാകുന്നു. അടുത്തതായി തള്ളിപ്പറയൽ അഥവാ നിഷേധിക്കൽ എന്താണെന്ന് നോക്കാം. ഇതും ഒരുതരം മനസ്സിൻ്റെ പ്രതിരോധ തന്ത്രമാണ്. ഒരാൾക്ക് ന്യായമായി തന്നിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ആഗ്രഹത്തെ അത് ലഭിക്കാതെ വരുമ്പോൾ ആ ആഗ്രഹം തനിക്ക് ഇല്ലായിരുന്നു എന്ന് സ്വയം തള്ളിപ്പറയുന്ന മനസ്സിൻ്റെ ഒരു പ്രതിരോധ മാർഗം. മനഃശാസ്ത്രജ്ഞന്മാർ ഇതിനെ തള്ളിപ്പറയൽ അഥവാ നിഷേധിക്കൽ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടമാണെന്നിരിക്കട്ടെ. അവൾ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവന് മറ്റൊരു സ്ത്രീയെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം തുറന്നു പറയാൻ അവന് സാധിച്ചില്ല. ഒടുവിൽ പുരുഷനെ ഇഷ്ടപ്പെട്ട സ്ത്രീ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നറിയിച്ചു. പുരുഷനാകട്ടെ താൻ മറ്റൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അവളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ഇത് തൻ്റെ വ്യക്തിത്വത്തിനേറ്റ തിരിച്ചടിയായി ആ സ്ത്രീ കരുതി. തൻ്റെ വിവാഹകാര്യം സുഹൃത്തുക്കളുമായി നേരത്തെ തന്നെ ആ സ്ത്രീ ഷെയർ ചെയ്തിരുന്നു. ഇനി അവരോടൊക്കെ എന്തു പറയുമെന്നറിയാതെ അവൾ കുഴങ്ങി. അവളുടെ മനസ്സ് സ്വയം അതിനുള്ള പരിഹാരമാർഗം കണ്ടെത്തി. അയാളെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയെന്ന് അവൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. താൻ ഇഷ്ടപ്പെട്ടയാളെ വിവാഹം ചെയ്യാൻ സാധിക്കാത്തതിനാൽ തനിക്കുണ്ടായ മനോവിഷമത്തെ മറച്ചുവെക്കാൻ അവൾ കണ്ടെത്തിയ മാർഗം താൻ ഇഷ്ടപ്പെട്ട ആളെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞു പരത്തുക എന്നതായിരുന്നു. ഇത്തരം മാനസികാവസ്ഥയെയാണ് മനഃശാസ്ത്രജ്ഞർ തള്ളിപ്പറയൽ അഥവാ നിഷേധിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. മറ്റൊന്ന് ദിവാസ്വപ്നമാണ്. ഇതിനെ ഫാൻറ്റസി എന്ന് പറയും. നിത്യജീവിതത്തിൽ സ്ത്രീയും പുരുഷനും
പലതരത്തിലുള്ള മനക്കോട്ടകൾ കെട്ടുകയും ദിവാസ്വപ്നം കാണുകയും ചെയ്യാറുണ്ട്. ഇത്തരം ദിവാസ്വപ്നങ്ങൾ മൂലം അവർ അപ്പോൾ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാനും അതുമായി പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിതം നയിക്കാനും ഈ മാനസിക നില പലപ്പോഴും പ്രയോജനപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യുവതീ യുവാക്കൾ ഭാവിയിൽ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരോ ചിന്തകരോ ലോകത്തെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ളവരോ മറ്റോ ആകണമെന്ന് ആഗ്രഹിക്കുകയും അത്തരക്കാരെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ ദിവാസ്വപ്നങ്ങൾ കണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളും അവ പ്രാവർത്തികമാക്കാനുള്ള പ്രയത്നങ്ങളും വ്യക്തിയുടെ മനോവ്യാപാരത്തിൽ മേന്മകൾ ഉളവാക്കിയേക്കാം. താദാത്മീകരണമാണ് മറ്റൊന്ന്. ഇത് കൗമാരപ്രായത്തിലാണ് കൂടുതൽ കാണപ്പെടുക. വ്യക്തികളിൽ പല ഭാവത്തിലും രൂപത്തിലും ഇതുണ്ടാകാം. സമൂഹത്തിൽ വിജയം കൈവരിച്ച ചില വ്യക്തികളുമായി താദാത്മ്യം പ്രാപിച്ച് അവരെ ആരാധിക്കുക എന്നതാണ് ഒരു രീതി. സ്പോർട്സ് താരങ്ങളോ സിനിമാ താരങ്ങളോ കലാ സാഹിത്യ രാഷ്ട്രീയ സംഗീത രംഗത്തുള്ളവരോ അധ്യാപകരോ ഒക്കെയാവാം ഇത്. ഇത്തരം വ്യക്തികളായിരിക്കും അവരുടെ റോൾ മോഡലായി മനസ്സ് പരിഗണിക്കുക. ഇത്തരം മനോതന്ത്രത്തിൻ്റെ പ്രത്യേകത ഈ താദാത്മീകരണത്തെപ്പറ്റി വ്യക്തി ബോധവാനായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഇത്തരം തന്ത്രങ്ങൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളായേക്കാം എന്ന് മാത്രം. മറ്റൊന്ന് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷനാണ്. സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും തൻ്റെ ഉള്ളിലുള്ള വികാര വിചാരങ്ങൾ മറ്റൊരാളുടേതായി ചിത്രീകരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന മനോതന്ത്രമാണ് പ്രക്ഷേപണം. തൻ്റെ വീഴ്ചകൾക്കുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്നതാണ് മനസ്സിൻ്റെ ഈ പ്രതിരോധ തന്ത്രത്തിലെ മറ്റൊരു വശം. അടുത്തത് പ്രതികരണ രൂപീകരണം അഥവാ റിയാക്ഷൻ ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. അടിച്ചമർത്തപ്പെട്ട വികാര വിചാരങ്ങൾ മറ്റൊരു തരത്തിൽ പ്രകടമായി പ്രതീക്ഷിക്കാത്ത വിധം മറ്റൊരു പ്രവൃത്തി ചെയ്യുന്ന മനസ്സിൻ്റെ രൂപീകരണത്തിനെയാണ് പ്രതികരണ രൂപീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തി തൻ്റെ ഈ പ്രശ്നത്തിൽ മറ്റൊരു വിധത്തിൽ പ്രതികരിക്കുകയും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനത്തിനായി പരിശ്രമിച്ച് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്നു. മറ്റൊന്ന് പ്രശമനം അഥവാ റിപ്രഷനാണ്. അബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനമാണ് പ്രശമനം. ഈ മാനസിക തന്ത്രം ഉപയോഗിച്ച് മനുഷ്യസഹജമായ പലതരത്തിലുള്ള വികാര വിചാരങ്ങളും തൻ്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമല്ലെന്ന കാരണത്താൽ അവയെ അംഗീകരിക്കാൻ അയാൾ വിസമ്മതിക്കുന്നു. അസൂയ, വെറുപ്പ്, ദേഷ്യം തുടങ്ങിയവയും ലൈംഗിക വികാരങ്ങളും മറ്റും തങ്ങളുടെ പദവിക്ക് അനുയോജ്യമല്ലെന്ന പരിഗണനയാൽ അവയൊന്നും തങ്ങളിലില്ലെന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ളത് അടിച്ചമർത്തലാണ്. വ്യക്തിക്ക് സ്വീകാര്യമല്ലാത്ത വികാരങ്ങളെ മനഃപൂർവ്വമായി അടിച്ചമർത്തുന്ന മനസ്സിൻ്റെ പ്രവൃത്തിയെയാണ് അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. പ്രശമനം എന്നത് അബോധ മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണെങ്കിൽ അടിച്ചമർത്തൽ സുബോധ മനസ്സിൻ്റെ ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. വികാരങ്ങളെ ബോധപൂർവം കൈകാര്യം ചെയ്യുന്നതിന് പകരം മനഃപൂർവ്വം അടിച്ചമർത്തുന്നത് പിന്നീട് ദോഷം ചെയ്യുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അടിച്ചമർത്തപ്പെട്ട വികാര വിചാരങ്ങൾ അബോധ മനസ്സിൽ നിന്നും ചില അവസരങ്ങളിൽ പുറമേക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് കുറവ് നികത്തൽ അഥവാ കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കാം. ഒരു മേഖലയിലെ കുറവ് നികത്താനായി മറ്റൊരു രംഗത്ത് അമിതമായ പരിശ്രമത്താൽ ശോഭിക്കുവാൻ ശ്രമിക്കുന്ന മനസ്സിൻ്റെ ഒരു പ്രതിരോധ തന്ത്രമാണ് ഇത്. ഇതിനെ കുറവ് നികത്തൽ തന്ത്രം എന്നും പറയും. ഈ രീതി വ്യക്തിയിൽ നേട്ടങ്ങൾ ഉളവാക്കുമെങ്കിലും അടിസ്ഥാനപരമായ മനോതന്ത്രം ഇതിനു പിറകിൽ പ്രവർത്തിക്കുന്നു എന്ന വസ്തുത കാണാതിരുന്നുകൂടാ.